എൽ ഡി എഫിൻ്റെ കൂടെ കൂടിയത് കൊണ്ട് യാതൊരു വിധത്തിലുള്ള ഗുണവും കിട്ടാത്തൊരു പാർട്ടിയാണ് കേരളത്തിൽ ആർ ജെ ഡി. നേരത്തെ എസ് ജെ ഡി എന്ന രീതിയിലും ലോക് താന്ത്രിക് ജനതാദൾ എൽ ജെ ഡി എന്ന രീതിയിലും ഒക്കെ ശ്രേയംസ് കുമാറും കെ പി മോഹനും അവരുടെ കൂട്ടാളികളുമൊക്കെ വലിയ ശ്രമങ്ങൾ നടത്തി. ഒടുവിൽ ആർ ജെ ഡിയിലേക്ക് ലയിക്കുകയായിരുന്നു. നമുക്കറിയാം, ആർ ജെ ഡി ബീഹാർ മേഖലയിൽ കണ്ടുവരുന്ന പാർട്ടിയാണ്. അവരുടെ നേതാവ് ലാലു പ്രസാദ് യാദവാണ്. അദ്ദേഹത്തിൻ്റെ മകൻ തേജസ്വി യാദവാണ് ഇപ്പോൾ ബീഹാറിൽ പ്രതിപക്ഷ നേതാവ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിയോടൊപ്പം കട്ടയ്ക്ക് ഉറച്ചു നിൽക്കുന്ന ആർ ജെ ഡി കേരളത്തിൽ പക്ഷേ എന്തുകൊണ്ട് കൃത്യമായും കോൺഗ്രസ് ചേരിയിലല്ല എന്ന ചോദ്യം പലരെയും അലോസരപ്പെടുത്തുന്നുണ്ട്. ശ്രേയംസ് കുമാർ പറഞ്ഞു, ഞങ്ങൾ എടുത്ത തീരുമാനം തെറ്റായിപ്പോയി. കേരളത്തിൽ എൽ ഡി എഫിൻ്റെ കൂടെ നിൽക്കുന്നത് കൊണ്ട് യാതൊരു ഗുണവുമില്ല. മന്ത്രിസ്ഥാനം കിട്ടിയില്ല എന്ന് മാത്രമല്ല, INL, കേരള കോൺഗ്രസ് ബി എന്നിവർക്ക് പോലും മന്ത്രിസ്ഥാനം 2.5 കൊല്ലം കിട്ടിയിട്ടും ഒരു MLA ഉള്ള ആർ ജെ ഡിക്ക് കൃത്യമായും അവർക്ക് കൊടുക്കേണ്ടിയിരുന്ന സ്ഥാനം കൊടുത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ശ്രേയംസ് കുമാർ കെ പി മോഹനും UDF പാളയത്തിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. കൽപ്പറ്റ സീറ്റ് കോൺഗ്രസിൻ്റേതാണെങ്കിൽ പോലും നിലവിൽ ശ്രേയംസ് കുമാറിന് മറ്റേതെങ്കിലും ഒരു വിജയസാധ്യതയുള്ള ഒരു സീറ്റ് കൊടുക്കാൻ UDF താല്പര്യപ്പെടുന്നുണ്ട്. എന്നാൽ കൂത്തുപറമ്പിൽ UDF കെ പി മോഹനെ തന്നെ സ്ഥാനാർത്ഥിയാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം കൃത്യമായി മനസ്സിലാക്കുമ്പോൾ അവിടെ ആർ ജെ ഡിക്ക് ആധിപത്യമുള്ള മേഖലകൾ കുറേയധികം നാളുകളായി അവർക്ക് സ്വാധീനമുള്ള മേഖലകളിൽ ഒക്കെ CPIM വലിയ തോതിൽ അവിടെ ഇവരുടെയൊക്കെ പ്രവർത്തനത്തെ മന്ദഗതിയിലാക്കുന്നുണ്ട്. മാത്രമല്ല, മന്ത്രിസ്ഥാനം കൊടുത്തതുമില്ല. LDFിൽ അതൃപ്തരായിട്ടുള്ള നിരവധി പേരുണ്ട് എന്ന് ശ്രേയംസ് കുമാർ തുറന്നടിച്ചിരിക്കുകയാണ്. LDFിനകത്തു നിന്നും മുന്നണി വിടാൻ തയ്യാറായി നിൽക്കുന്ന ചെറുതും വലുതുമായ നിരവധി പാർട്ടികളെക്കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണയുണ്ട് എന്ന്, അത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് കൃത്യമായി പ്രവചിച്ചിരിക്കുകയാണ്. അതിനകത്ത് LDFുമായി ചേർന്ന് സഹകരിച്ചു പോകുന്ന കോവൂർ കുഞ്ഞുമോനും അതുപോലെ ആന്റണി രാജുവും ഒക്കെ വളരെ വൈകാതെ തന്നെ UDF പാളയത്തിലേക്ക് എത്തുമെന്ന് നേരത്തെ തന്നെ ഒരു സൂചന വന്നതാണ്. പക്ഷേ അതിനെയൊക്കെ വളച്ചൊടിച്ച് അത് കള്ളപ്പണ വിവാദമാണ്, കോഴയാണ് എന്നൊക്കെ പറഞ്ഞ് മറ്റു തലത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരു ശ്രമം നടന്നു. വാസ്തവത്തിൽ ഇവിടെ LDFിനുള്ളിൽ കോഴ വിവാദം കത്തിയമരുകയാണ്. കാരണം LDF MLA ആണ് കുട്ടനാട് നിന്ന് ജയിച്ച തോമസ് കെ തോമസ് ചാണ്ടിയുടെ സഹോദരനായ തോമസ് കെ തോമസ് 50 കോടി വീതം കൊടുത്തു എന്ന രീതിയിൽ വലിയ രീതിയിൽ വാർത്തകൾ. അദ്ദേഹം അത് നിഷേധിച്ചു. എന്നാൽ ആ വാർത്തകളുടെ സാരാംശങ്ങളെ പറ്റി ഇപ്പോഴും അന്വേഷണമുണ്ട്. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആർ ജെ ഡിക്ക് എന്തായാലും UDFുമായി സഹകരിക്കുന്നത് തന്നെയാണ് ഇന്നിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ സത്യം എന്ന തിരിച്ചറിവ് കെ പി മോഹൻ ഉണ്ടായതുകൊണ്ട് തന്നെ ആ ഒരു മുന്നണി പ്രവേശനത്തിലേക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്.